സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ ഓൺലൈനായി ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗം ചേർന്നു. സുരക്ഷാ ഉപകരണങ്ങളും മരുന്നുകളും ആവശ്യത്തിന് സ്റ്റോക്കുണ്ട്. നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാൻ യോഗത്തിൽ തീരുമാനമായി. കോവിഡ് ബാധിതർക്കായി ആശുപത്രികളിൽ പ്രത്യേക വാർഡുകൾ സജ്ജീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. അല്ലമീൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അല്ലമീൻ, ഇന്നത്തെ ഈ യോഗത്തിൽ എന്താണ് പുതിയ തീരുമാനങ്ങൾ, മുൻകരുതലുകൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് തീരുമാനം? ഗൂഗിൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഓൺലൈനായിട്ടാണ് ഇന്ന് യോഗം ചേർന്നത്. യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തലും അവരുടെ ഒരു നിരീക്ഷണവും സംസ്ഥാനത്ത് ഓരോ ദിവസവും നേരിയ തോതിൽ കോവിഡ് വർധനവുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. നിലവിലെ സാഹചര്യത്തിൽ കോവിഡ് വ്യാപനത്തെ പ്രതിരോധിക്കുന്നതിന് സംസ്ഥാനം സുസജ്ജമാണ്. ആരോഗ്യവകുപ്പ് സുസജ്ജമാണെന്നുകൂടി ആരോഗ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആശുപത്രികളിൽ എത്തുന്ന ജീവനക്കാരും രോഗികളും കൃത്യമായി മാസ്ക് ധരിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ഇന്നത്തെ യോഗത്തിന് ശേഷം നൽകിയിരിക്കുകയാണ്. ഇന്നത്തെ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രധാനമായും വിലയിരുത്തിയത് സംസ്ഥാനത്തെ ആശുപത്രികളിലെ സാഹചര്യമാണ്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകമായി ഒരുക്കേണ്ട ക്രമീകരണങ്ങളെല്ലാം വിലയിരുത്തി. അതിൽ നിലവിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശവും ആശുപത്രികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശവും ഇവയാണ്. അതായത് രോഗലക്ഷണവുമായി എത്തുന്ന ആളുകൾക്ക് ആശുപത്രിയിൽ തന്നെ പരിശോധന നടത്തണം. ഗുരുതര സ്വഭാവമില്ല എങ്കിൽ അവരെ മെഡിക്കൽ കോളേജുകളിലേക്ക് റെഫർ ചെയ്യാതെ അതത് ജില്ലകളിലെ ആശുപത്രികളിൽ തന്നെ ചികിത്സ ഉറപ്പാക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. എന്ന് മാത്രമല്ല, രോഗികൾക്ക് പ്രത്യേക സൗകര്യമൊരുക്കണം, കിടക്കകൾ ഉൾപ്പെടെ പ്രത്യേക സൗകര്യമൊരുക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേക കിടക്കകൾ കോവിഡ് രോഗികൾക്കായി മാറ്റിവെക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഓക്സിജൻ കിടക്കകൾ, ICU, വെന്റിലേറ്റർ എന്നിവ നിലവിലുള്ള പ്ലാൻ A, B പ്രകാരം ക്രമീകരിക്കണമെന്നൊരു നിർദ്ദേശവും ഇന്നത്തെ ഉന്നതതല യോഗം ആശുപത്രികൾക്ക് നൽകിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഡയാലിസിസ് രോഗികൾക്ക് കോവിഡ് ബാധിച്ചാൽ ഡയാലിസിസ് മുടങ്ങാതിരിക്കാനുള്ള മുൻകരുതലും ക്രമീകരണങ്ങളും അത് വേണമെന്നുള്ള നിർദ്ദേശം കൂടി ഇന്നത്തെ യോഗത്തിൽ വന്നിട്ടുണ്ട്. രോഗലക്ഷണങ്ങളുള്ളവർക്ക് മാത്രം കോവിഡ് പരിശോധന നടത്തിയാൽ മതി എന്നുള്ളതാണ് നിലവിലെ നിർദ്ദേശം. അതായിരിക്കും ഒരു അഭികാമ്യമായിട്ടുള്ളത്. ഒപ്പം ഗുരുതര രോഗമുള്ളവരും അതുപോലെ തന്നെ ഹൃദ്രോഗമുള്ളവരും ഗർഭിണികളും ഉൾപ്പെടെയുള്ളവർ അവർക്ക് പ്രത്യേക ഒരു പരിഗണനയും ശ്രദ്ധയും നൽകണം. അവർ കോവിഡ് പോസിറ്റീവായാൽ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ തന്നെ ചികിത്സ ഉറപ്പാക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഒപ്പം ഏത് രോഗമായി ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയാലും അങ്ങനെ എത്തുന്ന രോഗികളും ജീവനക്കാരും കൃത്യമായി മാസ്ക് ധരിക്കണം. ഒപ്പം ഗുരുതര രോഗമുള്ളവരും ഗർഭിണികളും മാസ്ക് ധരിക്കുന്നതിൽ ഒരു ഉപേക്ഷ വിചാരിക്കരുത് എന്നുകൂടി ആരോഗ്യവകുപ്പിന്റെ നിലവിലെ യോഗത്തിന് ശേഷം അറിയിപ്പായി വന്നിട്ടുണ്ട്. അപ്പം നിലവിലെ ആക്റ്റീവ് കേസുകളിൽ ബഹുഭൂരിപക്ഷം പേരും നേരിയ രോഗലക്ഷണമുള്ള ആളുകളാണ്. അവർ വീടുകളിലാണ് ചികിത്സയിൽ. ഏതായാലും കോവിഡ് കേസുകൾ ഉയരുന്നതിൽ ആശങ്ക വേണ്ട. പക്ഷേ മുൻകരുതലുകൾ, നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു മാർഗനിർദ്ദേശം നൽകുന്നുണ്ട് ആരോഗ്യവകുപ്പ് ഇന്ന് ചേർന്ന യോഗത്തിന് ശേഷം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.